ഒരു മിനിറ്റ് ബ്രദറെ, ഞാൻ പറഞ്ഞത് നിങ്ങളൊരു വീഡിയോ കാണിച്ചു. ശരി, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാൻ വന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ യഹൂദന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ശരിയാണ്, ഒന്നാണ് എന്ന് ടെക്സ്റ്റ് മുഖാന്തരം നിങ്ങൾക്ക് തെളിയിക്കേണ്ടി വരും. ഒന്നാമത്തെ കേസ്, യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്റെ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ദൈവത്തെ പഴയ നിയമത്തിൽ കാണാം. അങ്ങനെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഖുർആൻ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അവതരിപ്പിച്ച ദൈവമാണുള്ളത്. അപ്പൊ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇനി പഴയ നിയമത്തിന്റെ ഉൽപ്പത്തിയില് ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, പഴയ നിയമത്തിന്റെ ഉൽപ്പത്തിയില് വെള്ളത്തിനു മേലെ ആത്മാവ് പരിവർത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് ആത്മാവ് ഉണ്ട് എന്നും അത് ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്നു എന്നും അവിടെ വ്യക്തമാണ്. അങ്ങനെ ആത്മാവും വചനവും ഉൾക്കൊള്ളുന്ന ഒരു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മൂന്നാമത്തെ കേസ്, മുഹമ്മദ് വരുന്നതിന് മുമ്പ് ഈ പറയുന്ന അള്ളാഹ് മക്ക മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നു. അതിൽ നിന്ന് അടർത്തിയെടുത്തിട്ടാണ് ഈ നിങ്ങളുടെ ചരിത്രം തന്നെ പറയുന്നത്. അല്ല, നിലവിൽ അടർത്തിയെടുത്തിട്ടാണ് ഈ ദൈവത്തെ. അങ്ങോട്ട് പോകേണ്ട ഓക്കെ, അത് കാര്യമില്ല. ഞാൻ പോകുന്നില്ല. ഞാനും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ കൂട്ടിച്ചേർത്ത്. ഓക്കെ